ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സൗബിൻക ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൗബിൻക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിൻ്റെ കൂടെ. അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്നും പറയാമോ? ഇത് തന്നെ ഇത് നമ്മുടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇതൊരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിലുള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ളത്, ഡയറക്റ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി. മെയിൻ റോളാണോ രജനീകാന്തിൻ്റെ കൂടെ? അത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് ആരാ പറഞ്ഞ? അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകേഷ് സാറിന്. കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കാലൊക്കെ പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂക്കിൻ്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷനായിട്ട് വരുന്നത്. അത് എന്നാണ് 2025 എന്നാണ്? 2025 തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതിനെ മതി കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. അതിൻ്റെ ജോണർ എന്തെങ്കിലും റിവീൽ ചെയ്യാൻ എന്തെങ്കിലും സമയമുണ്ട്. മൂവി തന്നെ അടുത്ത്. ഭയങ്കര തികച്ച വ്യത്യാസമായിട്ടുള്ളതാണ്. ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടിയായിട്ട് സുഭാഷ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ചെന്നൈയിലൊക്കെ ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇല്ല എന്താ പറയാ, ഓക്കെ ഭയങ്കര സന്തോഷം. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ പിന്നെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം സംസാരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളോ. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷൻ്റെ കൂടെ ഉണ്ടല്ലോ ഗിരീഷ് ചെയ്യുന്നത്. അപ്പോൾ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സൗബിൻക ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തല്ല, കാസ്റ്റിംഗ് നടക്കണല്ലോ നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടിയും അമ്മയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ കുട്ടിയവനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല.